പുള്ളിയുടെ ഒരു സ്ട്രേറ്റയിൽ നോക്കിയാൽ ഒരിടത്തും വരാത്ത ഒരാളാണ് ഞാൻ. പുള്ളിയുടെ അവിടെ വന്ന് കമ്പനി കൂടുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരും അവരുടെ ഐക്കൺസ് എന്നൊക്കെ പറയുന്നത് ബില്യണേഴ്സും മാത്രമുള്ള ടീമൊക്കെയാണ്. അപ്പോൾ അതിനകത്തൊന്നും നമ്മൾ വി ആർ നോട്ട് ഈവൻ എന്താ ഒരു മറ്റേ ആ ലൈനിൽ പോലും ഇല്ല. പക്ഷെ അവിടെ നമ്മളെ വിളിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ട് നമുക്ക് തരുന്ന ഒരു റെസ്പെക്റ്റും ലവും ഉണ്ട്. നമ്മൾ ഓരോരുത്തർക്കും പരിചയപ്പെടുത്തുമ്പോൾ പുള്ളി നമ്മളെ എലവേറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ. ഒരു സിമ്പിൾ റിലേഷൻ ആയിരുന്നു. അതായത് ഒരു ക്ലയന്റ് ഒരു സെയിൽസ് മാനേജർ എന്നുള്ള റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഞാൻ ആദ്യം കൈരളി ടിവിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്ത് തുടങ്ങിയൊരു ബന്ധമാണ്. വലിപ്പച്ചെറുപ്പമില്ലാതെ തന്റെ കൂട്ടുകാരുടെ പട്ടികയിലേക്ക് ഒപ്പം ചേർത്ത ഓരോ ദിവസവും ഉയരാൻ പ്രേരിപ്പിച്ച ഒരാൾ പെട്ടെന്നൊരു നാൾ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുന്നത് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ആർക്കും ഒന്നും ഇപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. ഒരു ഫോൺ കോളിനപ്പുറം അദ്ദേഹമുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന സുഹൃത്തുക്കൾ. കോമഡി ഉത്സവം എന്ന് പറയുന്ന ഷോ ആണ് നമ്മുടെ ഏറ്റവും വലിയ. ഞാനത് എടുക്കേണ്ടതൊരു ഷോ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഒരൊറ്റ വാക്കിലെടുത്തതാണ്. പുള്ളി പറഞ്ഞപ്പോഴും ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചാൽ അല്ല, അത് എനിക്ക് പറ്റുന്ന ഷോ ഒന്നുമല്ല, കോമഡി ഒന്നും നമ്മളെ ഇത്. പുള്ളി അറിയില്ലല്ലോ, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും, നിങ്ങൾക്ക് അറിഞ്ഞൂടാ, നിങ്ങൾക്ക് ആ ഒരു സ്ട്രീക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യണം, അതെനിക്ക് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോഴ്സ് ചെയ്ത് എടുപ്പിച്ചത് പുള്ളിയാണ്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ഓഫ് മൈ ലൈഫാണ്. അപ്പോൾ എന്നെ പോലത്തെ ഒരാളെ കേട്ട് പുള്ളി എപ്പോഴും മിങ്കിൾ ചെയ്യും. പുള്ളിക്ക് വലുപ്പം ചെറുപ്പം ഒന്നുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ പുള്ളിയുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോൾ ഞാൻ പോകുമ്പോൾ എല്ലാത്തിനും ഇൻവൈറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ട് വേറൊരാളെ പരിചയപ്പെടുത്തുമ്പോൾ എന്നോട് പറയും ഇത് എൻ്റെ ഫ്രണ്ടാണ്, റിയാസ് ആണ്, പിന്നെ ഏഷ്യാനെറ്റിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് അതൊക്കെ ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഒരു പാഠപുസ്തകമായിരുന്നു CJ റോയ്. ഒരുപാട് കലാകാരന്മാർക്ക് വലിയ ഉയർച്ച നൽകിയ വ്യവസായി. അദ്ദേഹമാണ് സ്റ്റാർ സിംഗറിനെ ആ ഒരു ലൈനിലോട്ട് കൊണ്ടുപോയത്. അതായത് പണ്ട് പറയും പാട്ടുപാടി ഫ്ലാറ്റ് നേടാം എന്ന് പറയുന്ന ഒരു സാധനം തമാശയായിട്ട് കോമഡി ഷോകൾ പോലും എടുത്തതിന്റെ കാരണം അതാണ്. പിന്നീട് ഒരുപാട് പേര് ആ മോഡൽ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ബിഗ് ബോസിലെ ഈ ഒരു ക്യാഷ് പ്രൈസ് എന്ന് പറയുന്ന സാധനം, ഈ വില്ല എന്ന് പറയുന്ന സാധനം ഒക്കെ കൊടുത്തത് അദ്ദേഹമാണ്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ആദ്യം തുടക്കത്തില്ലായിരുന്നിട്ട് ഏറ്റവും അവസാനം വന്ന് ഒറ്റയടിക്ക് ഒരു എമൗണ്ട് പ്രഖ്യാപിച്ച് അതിനെ കുറച്ചുകൂടി അങ്ങ് വലുതാക്കിയത് നോക്കുക അദ്ദേഹം. ബിസിനസ് വൃത്തങ്ങൾക്കപ്പുറത്ത് CJ റോയ് എങ്ങനെയായിരുന്നുവെന്ന് അടയാളപ്പെടുത്തുകയാണ് RJ മിഥുനും റിയാസും. ഇപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ പുള്ളിയുടെ ഈ കാറുകളും അല്ലെങ്കിൽ പുള്ളിയുടെ വലിയ ബംഗ്ലാവും എന്തുതന്നെയാണെങ്കിലും എപ്പോഴും റൂട്ട്സിനോട് ഈ ഫാമിലിയെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിക്കും. ഇപ്പോൾ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും ഫാമിലിക്ക് വേണ്ട, ഇപ്പോൾ അവരെ ബർത്ത്ഡേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ഹി വിൽ മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഹിസ് ഫാമിലി. അത് എപ്പോഴും പുള്ളി ഉണ്ടാവും. ഇതിനിടയിൽ ഒരു ദിവസം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള. അപ്പം നമുക്ക് വേണ്ടിയിട്ട് കുക്കൊക്കെ ചെയ്യും പുള്ളി. കുക്ക് ചെയ്യുന്ന പറഞ്ഞാൽ മട്ടൺ ബിരിയാണി പുള്ളിയുടെ ഭയങ്കര ഇതാണ്. പുള്ളി ഹൽവ നമ്മുടെ ഫ്രണ്ടിൽ നിന്നുണ്ടാക്കും, മിൽക്ക് ഹൽവയൊക്കെ ഉണ്ടാക്കും. പുള്ളി കുക്ക് ചെയ്ത ദിവസം ഞങ്ങളെ വിളിച്ചിരിക്കും, വീട്ടിലോട്ട് വിളിച്ചിരിക്കും. അപ്പൊ ഞാനും മിഥുനും വന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പുള്ളി നമ്മളോട് ചെറിയ കുട്ടികളെ സ്വഭാവം പോലെ പുള്ളി ചിലപ്പോൾ പിണങ്ങും. ഇതൊക്കെ പക്ഷെ എന്താന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അഭിപ്രായം പറഞ്ഞിരിക്കണം. അതായത് കൊള്ളിൽ പറഞ്ഞാൽ തീർന്നു ശരിക്കും. പക്ഷെ നല്ല രസമാണ് ഉണ്ടാക്കണം, നല്ല ടേസ്റ്റിൽ ഭയങ്കര സ്നേഹത്തുണ്ടാകും. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അപ്പം തന്നെ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാനുള്ള ഒരു സാധനം തരും. ഇത് മാത്രമല്ല, ഇതിൻ്റെ റെസിപ്പി തരും, വീട്ടിൽ പോയി ഭാര്യ എടുത്ത് ഉണ്ടാക്കാൻ പറയും. എങ്ങനെയാണ്, ഇഷ്ടമായോ, സ്പൈസ് ഓക്കെ അല്ലേ, ഞാൻ തന്നെ ചേർത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾ കിച്ചണിൽ കൊണ്ടുപോയിട്ട് കാണിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അബുദാബിയിൽ നിന്ന് ഒരു ദിവസം പുള്ളിയോട് ഞാൻ തിരിച്ച് വരികയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ വരണത് പുള്ളിയുടെ വണ്ടിയിലായതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ വലിപ്പമൊക്കെ വെച്ചിങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ളായിരുന്നു. പക്ഷെ അപ്പം പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാമല്ലേ എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും അബുദാബിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരു ചായ കുടി എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ചിന്തിക്കുന്നത് അപ്പുറത്തുള്ള പമ്പിൽ കയറി ചായ കുടിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തുള്ളൊരു കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ ഇതിൽ കയറി തരും. പുള്ളിയെടുത്ത് പുള്ളി നേരെ ഡ്രൈവർ ദാവൂദൊക്കെ എടുത്ത് ചായ കുടിക്കാന്ന് പറഞ്ഞപ്പോൾ നേരെ ഷെറട്ടണിലോട്ടാണ് പോയത്. ഷെറട്ടണിൽ പോയി ചായ കുടിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്കിത് ശീലമില്ല. അല്ല പിന്നെ ചായ കുടിക്കാൻ നിങ്ങൾക്ക് മറ്റേ കടയിൽ പോയി എനിക്ക് കുടിക്കാം, റോൾസ് റോയ്സിൽ പോയി കുടിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഒന്ന് വിളിച്ചിട്ട് പുള്ളി പറയും ഫ്രീ ആണെങ്കിൽ വായോ, നമുക്ക് കുറച്ച് നേരം ഇരിക്കാന്ന് പറയും. ആ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ സിനിമ, അന്ന് പുള്ളി ചിലപ്പോൾ ആ ആഴ്ച കണ്ട സിനിമയെ കുറിച്ചായിരിക്കും. കാരണം സിനിമ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയുടെ ഒരു പാഷനാണ് സിനിമ. ഇപ്പം അന്ന് മരിച്ച ദിവസം നമ്മൾ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ലിനി ചേച്ചി, ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്, അതായത് മിഥുനും റിയാസും മാത്രമാണ് ഇവിടെ വിളിക്കാതെ പോലും വരാൻ പറ്റുന്നതായിട്ട് ഈ വീട്ടിൽ കണക്കാക്കിയിട്ടുള്ള ആൾക്കാരെന്ന് ലിനി ചേച്ചി പറയുമ്പോൾ ഞാൻ ശരിക്കും അങ്ങ് അത് നമ്മളെ മനസ്സിലങ്ങ് പൊട്ടിപ്പോകുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം
ഞാൻ റിയാസിൻ്റെ എൻ്റെ കാര്യത്തിൽ എപ്പോഴും പറയും, ഞാൻ ടൈം പിടിക്കും, ഞാൻ മിക്കവാറും സമയത്തിന് തന്നെ എത്തും, റിയാസ് എത്തൂല. അതുകൊണ്ട് എപ്പോഴും റിയാസ് എപ്പോഴും അതിൻ്റെ കൊണ്ട് അതിൽ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ കളിയാക്കിയിരിക്കും, റിയാസ് കേട്ടണ്ട വെള്ളി നിർത്തിയാൽ മതി എന്നൊക്കെ പറയും. അത് നമുക്ക് ആ ഒരു അടുപ്പമുള്ളതുകൊണ്ടാണ് അത്രയും. പ്രതിസന്ധി വരുമ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിക്കും. ഞങ്ങൾക്ക് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ആദ്യം വിളിക്കാൻ പറ്റിയ ഒരു വ്യക്തി ഡോക്ടർ റോയാണ്. ഒരു ബിഗ് ബ്രദർ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ ആയിരുന്നു പുള്ളി, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും. പരിപാടികൾക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ അവിടെ നേരിട്ടെത്തി സാന്നിധ്യം അടയാളപ്പെടുത്തും CJ റോയ്. പറഞ്ഞ സമയത്ത് കൃത്യമായെത്തും, പറഞ്ഞ സമയത്ത് തന്നെ മടങ്ങും, അതിൽ വിട്ടുവീഴ്ചയില്ല. എനിക്ക് എപ്പോഴും വഴക്ക് കേൾക്കാറുണ്ട് പുള്ളിയുടെ കാര്യത്തിൽ. ടൈമിംഗ് എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് വീക്കാണ് ടൈമിങ്ങിൽ. പുള്ളി എങ്ങനെയാണെന്ന് വെച്ചാൽ പുള്ളി ഇപ്പോൾ പറയും, ഇപ്പോൾ സപ്പോസ് ഒരു ഫംഗ്ഷൻ ഉണ്ടായി നോക്കുക, ഇപ്പോൾ അടുത്ത് നടന്നൊരു ഫംഗ്ഷൻ, പുള്ളി പറഞ്ഞു പുള്ളി 6 മണിക്ക് അവിടെ എത്തും. 6 മണി കൃത്യം 5:55 അല്ലെങ്കിൽ 6 മണിക്ക് പുള്ളി അവിടെ എത്തിയിരിക്കും. പുള്ളി അതേപോലെ എത്തി. പുള്ളി പറയും, നേരത്തെ തന്നെ പറയും, 1 മണിക്കൂർ ഞാൻ അവിടെ സ്പെൻഡ് ചെയ്യും, 7 മണി വരെ സ്പെൻഡ് ചെയ്യും. 7 മണി വരെ സ്പെൻഡ് ചെയ്തിട്ട് അത് പുള്ളി ഉദ്ദേശിച്ച ലെവലിലുള്ള ഇനോഗ്രേഷൻ കാരണം നടന്നില്ലെങ്കിൽ പുള്ളി 7:05 ആകുമ്പോഴേക്കും അവരോട് പറയും, എനിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയേ പറ്റുള്ളൂ. അതിനുശേഷം 10 മിനിറ്റോ 15 മിനിറ്റോ പുള്ളി നിൽക്കില്ല. കാരണം പുള്ളി എന്നോട് എപ്പോഴും പറയുന്നൊരു കാര്യം, പുള്ളി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്, റിയൽ എസ്റ്റേറ്റ് ഓണറാണ്. അവിടെ ടൈമിലി ഡെലിവറി ചെയ്യേണ്ടത് പുള്ളിയുടെ കടമയാണ്. അപ്പോൾ അത് എപ്പോഴും പുള്ളി പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ടൈം വളരെ സ്ട്രിക്റ്റാണ്. UAE-യിൽ മലയാളികൾ ഏത് ആഘോഷം സംഘടിപ്പിച്ചാലും ഏത് സംഘടന ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് ആലോചിച്ചാലും ഒരു കോൾ CJ റോയിയുടെ ഫോണിലേക്കായിരിക്കും. അതിലൊരു പങ്കും CJ റോയിയുടേതായിരിക്കും മിക്കപ്പോഴും. ഒരു 10-12 വർഷം മുമ്പ് KMCC നാഷണൽ കമ്മിറ്റി ഒരു പദ്ധതി ആവിഷ്കരിച്ചു, 100 പേർക്ക് ഹാർട്ട് ചികിത്സ. അത് ആസ്ട്രുമായി, കോഴിക്കോട് ആസ്ട്രുമായി സഹകരിച്ചുകൊണ്ടാണ് നമ്മളത് നടത്തിയത്. അതിലൊരു ഞങ്ങളുടെ കൂടെ നിന്നത്, അതിലൊരു മെയിൻ സ്പോൺസർ ആയിരുന്നത് റോയാണ്. വെരി സോഫ്റ്റ്, വെരി അപ്രോച്ചബിൾ, വെരി ഓപ്പൺ പേഴ്സൺ. അദ്ദേഹത്തിന് കോൺഫിഡൻസ്, കമ്പനിയെ പേര് തന്നെ അദ്ദേഹം ഒരു കോൺഫിഡൻസ് പേഴ്സൺ ആയത്, റോൾ മോഡലായിരുന്ന കാര്യത്തിൽ. I know CJ because of we are from the same group of icons, and it's unbelievable. It's shocking, tragic, unbelievable that because CJ, as we know, he was a fearless person, full of life, full of. I mean, everybody knows, you know, any people who follows him or who are close to him, they all know how CJ was. ആഘോഷങ്ങൾ ഒഴിയാത്ത ജീവിതവും ആർക്കും പിടിതരാത്ത മരണവും സുഹൃത്തുക്കൾക്ക് പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളും കൊണ്ട് വിടവാങ്ങിയിരിക്കുന്നു CJ റോയ്. മരണത്തിനകത്ത് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത്, അത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള അദ്ദേഹത്തെക്കാൾ പണക്കാരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ സ്വപ്നം കാണുന്ന ജീവിതം ജീവിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡോക്ടർ റോയ് അല്ലേ. നമ്മൾ സ്വപ്നത്തിൽ ആഗ്രഹിച്ച വണ്ടികൾ, നമ്മൾ സ്വപ്നത്തിൽ പോകണമെന്ന് വിചാരിച്ച സ്ഥലങ്ങൾ, നേടണമെന്ന് വിചാരിച്ച സംഭവങ്ങളൊക്കെ അങ്ങനെ നേടിയെടുത്തത് ആഘോഷിച്ച് ഒരിക്കൽ പോലും മറ്റ് കൺസേണുകളൊന്നുമില്ലാതെ പുള്ളി ആ ഒരു ഓറ, ഒരു ഹി ലിവ്ഡ് ലൈക്ക് എ കിങ് എന്നുള്ളത്